ആദിത്യയുടെ മരണക്കുറിപ്പിൽ എഴുതിയിരുന്ന സെൻറ്റൻസ് അച്ഛനും അമ്മയും ആങ്ങളെയും സന്തോഷമായി ഇരിക്കണം എന്നാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് അർത്ഥമാക്കാം, അതായത് ആ കൊച്ചിൻ്റെ മരണത്തോടെ അവരെല്ലാം ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് ആ കുട്ടി എഴുതി വെക്കുമ്പോൾ അതിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ അർത്ഥം. വീട്ടുകാരിൽ നിന്ന് യാതൊരു സപ്പോർട്ടും ആ കുട്ടിക്ക് കിട്ടിയില്ല. +2 ആ കുട്ടി ഫെയിലായിരുന്നു. അതിനെ സംബന്ധിച്ച് ഒരുപക്ഷെ വീട്ടുകാർ കുറ്റപ്പെടുത്തി കാണും. പിന്നെ ഈ റിലേഷനെ പറ്റിയും പറഞ്ഞ് ആ അച്ഛൻ്റെ ഒരു സംസാര രീതി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അച്ഛൻ സപ്പോർട്ടല്ല എന്നും. അച്ഛൻ പറയുന്നത് ആദ്യം സമ്മതമല്ലായിരുന്നു, പിന്നീട് പറഞ്ഞു പഠിത്തം കണ്ടിന്യൂ ചെയ്യൂ, പിന്നീട് നടത്താം എന്നൊക്കെ അച്ഛൻ പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ അച്ഛൻ്റെ ഒരു മൊഴി പ്രകാരമാണ് പൂജപ്പുര പോലീസ് ബിനോയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 17 വയസ്സാണ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നത്, ആദിത്യയ്ക്ക്. അപ്പം ഒരു തമാശയായിട്ട് തുടങ്ങിയ പ്രണയം എവിടെ ചെന്ന് അവസാനിച്ചു അല്ലേ? ഒരു കുട്ടിയുടെ ജീവൻ എടുത്തു. അടുത്ത വ്യക്തി പോസ്കോ കേസിൽ അറസ്റ്റിലായിരിക്കുകയാണ്. 2 കുട്ടികളുടെ ഭാവിയാണ് ഒരു നിസ്സാര പ്രണയം മൂലം ഉണ്ടായത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇടുന്നതും ഒക്കെ കൊള്ളാം, പ്രണയവും എല്ലാം കൊള്ളാം. പക്ഷേ അത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിക്ക് പൂർണ്ണമായിട്ട് സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് നമ്മുടെ സ്നേഹം കിട്ടാൻ അർഹതയുണ്ടോ എന്നാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. അല്ലാതെ വെറുതെ നമ്മുടെ ഒരു ലൈഫ് ആർക്കെങ്കിലുമൊക്കെ വേണ്ടിയിട്ട് സ്പോയിൽ ചെയ്യാനുള്ളതല്ല. ആദ്യമേ സോഷ്യൽ മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നത് കടുത്ത സൈബർ ബുള്ളിങ് മാത്രം കൊണ്ടാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തത്. അത് മാത്രമല്ല, വീട്ടിൽ നിന്നുള്ള ഭയങ്കരമായ പ്രഷർ, സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രഷർ, സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രഷർ, എല്ലാ ഭാഗത്തു നിന്നും ഈ കുട്ടിക്ക് ഭയങ്കരമായി മാനസികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു. ആ കുട്ടിക്ക് ഒരു മോട്ടിവേഷൻ നൽകാൻ വേണ്ടിയിട്ട് ആരും ഇല്ലാണ്ടായിപ്പോയി എന്നതാണ് വളരെ സങ്കടകരമായ കാര്യം.